ഇപ്പോൾ ഇവിടെ രാവിലെ തണുപ്പല്ല ഏകദേശം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഉച്ചക്കല്ല് ഇപ്പം നല്ല ചൂട് തുടങ്ങി. രാവിലെ ആകുമ്പം ചെറിയൊരു തണുപ്പ് അത്രയേ ഉള്ളൂ. ഒരു നാട്ടിലെ ക്ലൈമറ്റാണ് ഇപ്പം ഇവിടെ ഉള്ളത്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ച് എനിക്ക് ഇന്ന് നീർദോശയും കടലക്കറിയാണ് കേട്ടോ. ഞങ്ങൾ കാസർഗോഡുകാർക്ക് നീർദോശ ഇല്ലാണ്ടൊരു പരിപാടിയില്ല. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശ എന്ന് പണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ചൊടിയായിരുന്നു. ഇപ്പം നീർദോശയാണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് തന്നെ പറയാം. ഞാൻ പിന്നെ കടല തലേദിവസം രാത്രി തന്നെ വേവിച്ച് വെച്ചുകൊണ്ട് എനിക്ക് രാവിലെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വറുത്ത തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ അരച്ചിട്ട് കറി ഉണ്ടാക്കി വേഗം ദോശയെല്ലാം ചുട്ടു. ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം ഒരു സുഖമാണ്. പണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഈ പാനിലല്ലാണ്ട് വേറെ ഒരു പാനിലും എനിക്ക് നീർദോശ ചുടാൻ ശരിയാവലേ ഇല്ല. ഇത് പഴയ പാനാട്ടാ, 6 വർഷമായി ഈ പാൻ എൻ്റെ കയ്യിലുള്ളത്. ഇതിങ്ങനെ കത്തിയിട്ട് നല്ലിപ്പം ഒരു ഇരുമ്പിൻ്റെ ചട്ടീൻ്റെ ഒരു ഫോമിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിലിപ്പം നല്ലോണം നല്ല നീർദോശ ആവലുണ്ട്. എനിക്ക് നാട്ടിൽ പോയാലൊന്നും എനിക്ക് നീർദോശ ഉണ്ടാക്കാൻ അറിയലേ ഇല്ല. എനിക്ക് ഈ പാൻ തന്നെ വേണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ രാവിലെ തന്നെ കേവിലത്തെ പിള്ളേരെല്ലാം സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.